ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ കൊടൈക്കനാൽ വന്നിട്ടുള്ള രണ്ടാമത്തെ ദിവസം. രാവിലെ തന്നെ എണീറ്റ് വണ്ടി ഇങ്ങനെ വെറുതെ പൊട്ടിച്ച് കളിക്കുക, വീഡിയോ എടുക്കുക, അതൊക്കെയാണ് ചെക്കൻ്റെ ഹോബി. ഇനിയിപ്പോൾ ബാക്കിയുള്ള സമയം ഇതേ കുട്ടിയെ കുറച്ച് റീപ്ലോ എടുക്കാണ്ട് അതവിടെ ഇരുന്ന് കൊടുക്കണേ. അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ പ്ലാനൊന്നും ചെയ്ത് ഇറങ്ങിയൊന്നുമില്ല, പെട്ടെന്നുണ്ടായ ഒരു കൊടൈക്കനാൽ ട്രിപ്പ്. ഇന്ന് നമ്മൾ റിലാക്സ് ആയി ഇവിടെ റെസ്റ്റ് എടുത്ത് എന്താ പറയുക, ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ മെല്ലെ ഇറങ്ങി നാട്ടിലോട്ട് പോകുന്ന സെറ്റപ്പ് ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ തിരിച്ച് നാട്ടിലോട്ട് പോകുന്ന രണ്ടാമത്തെ ദിവസത്തെ ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വണ്ടി ഇതേ രാവിലെ നമ്മളെ വണ്ടിക്ക് പിസ്റ്റമണി ഇട്ടാണ്. ഇന്നലത്തെ റീല് കണ്ട് കുറേ ആൾക്കാർ ചോദിച്ചു ഇനി മെസ്സേജ് അയച്ചാണ്ടൊക്കെ വണ്ടിക്ക് പിസ്റ്റമണി ഉണ്ടോ എന്നൊക്കെ. വണ്ടിക്ക് പിസ്റ്റം പണി എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഇന്ന് ഇല്ലാത്ത പണി നാളെ വരുന്ന പണിയല്ല. ഇതൊരു മാസങ്ങളെടുത്ത് പതുക്കെ വരുന്നൊരു സംഭവമാണ് പിസ്റ്റം പണി. ചിലപ്പോൾ വർഷങ്ങളെടുക്കും. പിസ്റ്റം പണി ഉണ്ടായാലും വർഷങ്ങൾ വണ്ടി ഓടും. അപ്പോൾ പിസ്റ്റം പണി എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ്. ഓയിൽ കത്തി 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 കൂടുതൽ കത്തുമ്പോൾ എടുത്തുകൊടുത്താൽ മതി. എടുക്കാണ്ടെന്നാൽ വണ്ടി വൈകി നിൽക്കും. അപ്പോൾ നല്ലൊരു എമൗണ്ട് ഇറങ്ങും. ഓയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ എന്താ ചെയ്യുക കൊണ്ടുപോകാം. അപ്പം എൻ്റെ ഇത് തുടങ്ങിയിട്ടുള്ളൂ, ജസ്റ്റ് കത്തി തുടങ്ങിയിട്ടുള്ളൂ. 1000 കിലോമീറ്റർ ഒക്കെ ഓടുന്ന സമയത്ത് എനിക്ക് ഒരു 100 ml 200 ml ഓയിൽ കുറയുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ ടോപ്പപ്പ് ചെയ്താണ് ഇങ്ങോട്ട് വന്നത്. അപ്പം ഇനി ഇന്നലെ വരുമ്പോഴൊക്കെ നല്ല വരവാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് നോക്കണം, ചെക്ക് ചെയ്യണം. ഇപ്പം പ്ലെയർ ടൂളെല്ലാം എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഓയിലിൻ്റെ ലെവൽ ചെക്ക് ചെയ്ത് ഇങ്ങനെ പതുക്കെ പതുക്കെ പോകണം. അഥവാ ഓയിൽ കുറവാണെങ്കിൽ പെട്രോൾ പമ്പിലൊക്കെ ഓയിൽ ഇട്ടും വാങ്ങിക്കണം, ഫില്ല് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് പരിപാടീസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ചെറിയ വ്ളോഗിലോട്ട്, പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഉള്ളിട്ടാൽ നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടിൽ തന്നെ ലഭിക്കും. ഞാൻ ആദ്യമായിട്ടായിരിക്കും ഇതുപോലൊക്കെ ഒരു ട്രിപ്പ്. ഞാൻ അധികം കൂടുതൽ ലൊക്കേഷൻസ് കവർ ചെയ്യണമെന്നുള്ള രീതിക്ക് ടെൻ്റ് അടിച്ചും അങ്ങനത്തെ സെറ്റപ്പിലൊക്കെ ആയിരിക്കും കൂടുതൽ ട്രാവൽ ചെയ്തിട്ടുള്ള, ബഡ്ജറ്റ് കുറച്ചിട്ടൊക്കെ. പക്ഷേ ഇങ്ങനെ ഒരു സ്റ്റേ ഒക്കെ എടുത്തിട്ടുള്ളൊരു ട്രിപ്പ് ആദ്യമായിട്ടാണ്. ഒരു റിലാക്സ് ആയിട്ട് അവിടെ പോകണം ഇവിടെ പോകണം, അങ്ങനെ കൂടുതൽ ലൊക്കേഷൻസ് ഒന്നും പ്ലാനൊന്നും ഇല്ലാതെ ഇങ്ങനത്തെ ട്രിപ്പ് ഞാൻ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഒന്ന് റിലാക്സ് ആയിട്ടുള്ള ആ ഒരു സംഭവം. അപ്പം നമ്മളിങ്ങനെ സമാധാനമായിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇനി പോയിട്ട് ചെക്ക് ചെയ്യണം, ഓയിലിൻ്റെ അളവൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്യണം, ഇറങ്ങണം. അങ്ങനെയൊക്കെയാണ് പരിപാടീസ്. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി അടിപൊളി പ്രോപ്പർട്ടി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഞാൻ Booking.com ജസ്റ്റ് ബുക്ക് ചെയ്തെടുത്തൊരു പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ പ്രോപ്പർട്ടി Booking.com നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അതിലുണ്ട് ഈ ഒരു ആംബിയൻസ് ഉള്ളൊരു ഫോട്ടോ നിങ്ങൾക്ക് കിട്ടും കൊടൈക്കനാൽ അടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് നമ്മളെ പ്രോപ്പർട്ടി. അപ്പോൾ റൂമൊക്കെ കുഴപ്പമില്ലാത്ത റൂമാണ്. ഭയങ്കര അടിപൊളിയൊന്നും പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല. നമുക്കൊക്കെ ഒരു ദിവസം വന്ന് നിൽക്കാനുള്ള, ഫോണൊക്കെ ചാർജ് ചെയ്യാനും ആ ഒരു സെറ്റപ്പിന് പറ്റിയ ഒരു സ്പോട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം ഇവിടെ ഒരു ഇതുപോലൊരു ഓഫീസ് റൂം പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ മുകളിലോട്ട് ഇതാ പോകണം. ഇവിടെ 2 റൂമുണ്ട്. ഇത് ഫുള്ള് നമ്മളതൊന്നുമല്ല, ഇവിടെ വേറെ പീപ്പിൾസ് ഉണ്ട്. ഇവിടെയാണ് നമ്മളത്. ദിസ് ഈസ് ഹമാര. ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. നമ്മളെ സാധനങ്ങളൊക്കെ വെക്കാൻ ഇത്ര സ്പേസൊക്കെ ഉണ്ട്. ഇവിടെ അതേ വേറെ സ്പേസ്, ഇതേ മിറർ. കണ്ടില്ലേ എങ്ങനെയുണ്ട് പ്രോപ്പർട്ടി? നൈസാണ്. അപ്പോൾ അതേ ഇവൻ്റെ കയ്യിൽ ടൂളുണ്ട്. എവിടെ ഉണ്ടതിനുള്ളതാ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ജസ്റ്റ് പ്ലെയർ എടുത്ത് പോവാണ്. നമുക്ക് എന്ത് ചെക്ക് ചെയ്യണം? ഓയിലിൻ്റെ ലെവല് 2 വണ്ടിക്കും ചെക്ക് ചെയ്യണം. ഓൻ്റെ വണ്ടിക്കും ഓയിൽ കത്തുണ്ട്, എൻ്റെ വണ്ടിക്കും ഓയിൽ കത്തുണ്ട്. ക്ലോത്ത് വേണം, പക്ഷേ ക്ലോത്തൊന്നുമില്ല. ഞാൻ ജസ്റ്റ് എഞ്ചിൻ ഓയിലിൻ്റെ സംഭവിച്ചപ്പോൾ കുറച്ച് ഓയിൽ കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട്. ഈ ഒരു സാധനം ഒന്നും കൂടി വൈപ്പ് ചെയ്തിട്ടിടണം. വൈപ്പ് ചെയ്യാനുള്ള എന്താ പറയുക, ക്ലോത്ത് ഒരു സംഭവം ഇവിടെ ഇല്ല. എന്ത് ചെയ്യുമെന്നറിയാതെ ഞാൻ നിൽക്കുകയാണ്. മിക്കവാറും ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, എൻ്റെ ഷോക്സിലോ ഡ്രസ്സിലാക്കിയാൽ എന്തായാലും എല്ലാവരും അറിയും. ഡ്രസ്സിലൊരു കളറാണല്ലോ. ഞാൻ ഷോക്സിൽ ഇങ്ങനെ എന്ത് ചെയ്യുക, ജസ്റ്റ് വൈപ്പ് ചെയ്തിട്ട് നോക്കട്ടെ. നല്ല ഓയിലുണ്ട്. ജസ്റ്റ് നമുക്കൊരു സംഭവം മനസ്സിലായാൽ മതി. ഞാൻ അതേ ഷോക്സിൽ വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ക്ലീൻ അല്ലേ, ഓയിലൊന്നും ഇല്ലല്ലോ. കണ്ടല്ലേ. അപ്പം ഇനി ഇത് ഇറക്കിയിട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് ഇങ്ങനെ ഇറക്കുക, എന്നിട്ട് ഫുള്ള് തിരിക്കുക. എന്നിട്ട് വണ്ടി ഒന്ന് എന്ത് ചെയ്യുക, ലെവലാക്കി വെക്കുക. ഇങ്ങനെ ലെവലാക്കുക. ജസ്റ്റ് വണ്ടി നിൽക്കണ പോലത്തിൽ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ മതി. നമുക്ക് ഓയിലിൻ്റെ ലെവല് കാണാൻ പറ്റും. എന്നിട്ട് തയ്ക്കുക. ഓയിലുണ്ടായാൽ മതി. ഇനിയിപ്പോൾ ഒരു ഓയിൽ വാങ്ങി തിരയലും വാങ്ങലൊക്കെ ടാസ്ക്കാണ്. കാരണം ഞാൻ തിരയതിക്ക് ഒഴിച്ചിനെ ടോപ്പ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് നമ്മളെ മോട്ടീവിൻ്റെ ഓയിലാണ്. അത് കഴിഞ്ഞിട്ടുണ്ട്. വാവ്, ഓയിലുണ്ട് കേട്ടോ.
കറക്റ്റ് ലെവലിൽ തന്നെ എന്തുണ്ട്, ഓയിലുണ്ട്. കണ്ട 3 ലെവലിൽ ഓയിലുണ്ട്. അപ്പോൾ ഓയിലിന് പ്രശ്നമൊന്നുമില്ല. കത്തുണ്ട്, എന്നാലും ഭയങ്കര കത്തുന്നില്ല, ആവറേജ് കത്തുണ്ട്. ഇന്നലെ ഞാൻ നോക്കിയ സമയത്ത് കുറച്ചും കൂടി മുകളിലേക്ക് ഉണ്ടേനി. അതായത് ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഒരു ചെറിയ ഒരു മാർക്കിങ്, ആ മാർക്കിങ്ങിൻ്റെ മേലേക്ക് ഉണ്ടേനി. പക്ഷേ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറയും. അതിങ്ങനെ ചെക്ക് ചെയ്ത് പോയാൽ മതി. എൻ്റെ ചെക്ക് ചെയ്യണ്ടാ ഓയിലൊക്കെ ഉണ്ട്. എന്നോട് വാ, വണ്ടി നേരെ നിർത്ത്. അങ്ങനെ നമ്മൾ റൂമിനോട് ബൈ പറഞ്ഞ് പോവാണ്. ഫോണും ചാർജറും സംഭവങ്ങളെല്ലാം എടുത്ത് പോവാണ് ഗൈസ്. ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതാണ് നമ്മളെ പ്രോപ്പർട്ടി, ഇതിൻ്റെ മേലേനി. അപ്പം ഇനി ചാവി കൊണ്ടുകൊടുത്ത് ID കാർഡെല്ലാം വാങ്ങി പോകണം. പോവല്ലേ? സാബിത്തിൻ്റെ ലൈസൻസ് ഇതിലെന്നെ മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഇതെല്ലാം അറിഞ്ഞു അവനോട്, അത് പിന്നെയും ധരിപ്പിച്ച്. ഗൈസ് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു എന്താ പറയുക വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞേ. അപ്പം അങ്ങോട്ടേക്ക് പോവാണ്. ഓ ഇതാണ് ഗൈസ് വ്യൂ പോയിന്റ്. നൈസ്. ഇവിടുന്ന് താഴെയുള്ള റോഡുകളൊക്കെ കാണാൻ പറ്റും. ഗൈസ് അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. വ്യൂ പോയിന്റ് കൊള്ളാട്ടോ, നൈസാണ്. പക്ഷേ നമ്മൾ കൂടുതൽ സമയം നിന്നില്ല, ബിക്കോസ് വിശക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ താമസിച്ച പ്രോപ്പർട്ടി, ദേ ആ കാണുന്ന വീട്ടിൽ. സോ ബൈ പറഞ്ഞ് നമ്മൾ പോവാണ്. നൈസായിട്ടുള്ളൊരു സ്പോട്ടാട്ടോ, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒക്കെ ഉദ്ദേശിക്കുന്നവർക്ക്, അതുപോലെ ഇതുപോലെ ടീംസായിട്ട് വരുന്നവർക്കൊക്കെ ചില്ലാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. നമ്മളെ കൂടെ ഉള്ളവരൊക്കെ ഫുൾ ചില്ലാണ്. നമ്മളെ കൂടെ മീൻസ് നമ്മളുണ്ടാവില്ല, നമ്മളെ തൊട്ടപ്പുറത്തെ റൂമുണ്ടായതിനാലൊക്കെ അടിച്ച് പുക്കുറ്റിയാണ്. പുക്കുറ്റി എന്ന് വെച്ചാൽ കാല് നിലത്ത് കുത്താൻ പറ്റാത്ത പോലെയാണ്. അവിടെ കിടക്കണം. അതും ഒരു ദിവസമൊന്നുമല്ല, 3 ദിവസം അടുപ്പിച്ച് അടി തന്നെ അടി. അപ്പോൾ അങ്ങനത്തെ വൈബ് ഉള്ളവർക്കൊക്കെ പറ്റുന്ന സ്പോട്ടാണെന്ന് ഞാൻ പറയാം. ഫാമിലിക്ക് അത്ര ഓക്കെ അല്ല, ബാക്കിയെല്ലാം അടിപൊളിയാണ്. ഇവർക്ക് ഓരോന്നായിരിക്കും താല്പര്യം. നമുക്ക് പിന്നെ ആദ്യം ആ ഒരു കോട വൈബ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കോടനെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ ഒരുപാട് ട്രിപ്പ് പോയി നല്ല കോട കിട്ടിയതുകൊണ്ടൊക്കെ ഈ ട്രിപ്പിൽ കോട നല്ല മിസ് ചെയ്യും. അപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ കോട ഈ ഒരു സമയത്ത് കോട വിചാരിച്ച് വരണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ജനുവരി, ഡിസംബർ, ഫെബ്രുവരിയിലെങ്കിലും വരണം, എന്നാലാണ് നിങ്ങൾക്ക് കോട കിട്ടുള്ളൂ. ഇപ്പോൾ ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് ആയിട്ടുണ്ട്, മാർച്ച് കഴിയാനായിരുന്നു. അതാണ് അവസ്ഥ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനത്തെ ക്ലൈമറ്റൊക്കെ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇന്നലെ ഫുള്ളി കറങ്ങി ടയർഡായി വന്ന് കിടന്നുകൊണ്ട് ഇപ്പോൾ അതേ 11 മണിയൊക്കെ കഴിഞ്ഞ് രാവിലെ ഇറങ്ങിയപ്പോൾ 11 മണി കഴിഞ്ഞാണ്, 11:30 കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം ഇനി നേരെ പോയി ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടി ഒരുമിച്ച് കഴിച്ച് എന്ത് ചെയ്യും, നേരെ അടുത്ത സ്ഥലം പോകണം. നമ്മളാദ്യം ഫ്യൂല് ഫില്ല് ചെയ്യാൻ വേണ്ടി വന്നതാണ്. തിരക്കൊക്കെ കിടിലം തിരക്കല്ലേ പെട്രോൾ അടിക്കാൻ. പക്ഷേ ഇവിടെ റേറ്റ് കുറവാട്ടോ, നമ്മൾ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുറവുണ്ട്. ബട്ട് എന്താ പറയുക, ഏറ്റവും കുറവുള്ളതെന്ന് പറയുമ്പോൾ എവിടെ അറിയോ, പൊള്ളാച്ചിയാണ്. പൊള്ളാച്ചി സൈഡ് നല്ല കുറവാണ്. പിന്നെ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ റേറ്റ് കൂടും. പൊള്ളാച്ചിയൊക്കെ 101 അങ്ങനെ എന്തോ ഉള്ളൂ, ഇവിടെ 102 1 രൂപയുടെ മാറ്റം. അപ്പോൾ വരി ഉണ്ട് കേട്ടോ അത്യാവശ്യം പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതേ ഈ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വന്നതാണ്. അപ്പോൾ നോക്കിക്ക് വണ്ടി നല്ലൊരു അടിപൊളി ഫ്രെയിമല്ലേ, ഫ്രെയിം അടിപൊളി കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്. ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ, ഒരു സൂയിസൈഡ് പോയിന്റ് എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ. അങ്ങോട്ടേക്ക് പോവാണ്. അവൻ മുന്നേ പോയൊരു ലൊക്കേഷനാന്ന് പറഞ്ഞത്, അടിപൊളിയാന്നൊക്കെ പറഞ്ഞേ. പോയി നോക്കാം എന്തായാലും, അവിടുത്തെ കാര്യങ്ങളെല്ലാം കാണാം. കോട കിട്ടി ഗൈസ് ഈ ഒരു ട്രിപ്പിൽ. കോടനെ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ കോട വന്ന്, അതാണ് ആരെ മിസ് ചെയ്യുന്നോ അവർ വരും അല്ലേ. നൈസിലെ കോട കിട്ടിയതിൽ
വെരി ഹാപ്പി ഗൈസ്. അപ്പോൾ നമ്മളത് ആ ഒരു വ്യൂ പോയിൻ്റാണ് ഇവിടെ. ആ ഒരു വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുന്നു. ഈ ഒരു ക്ലൈമറ്റ് കിട്ടാണ്ട് പിന്നെ എന്ത് രസമല്ലേ, അടിപൊളിയല്ലേ, വ്യൂ നൈസല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. എന്തായാലും ഈ ഒരു കോട മൂടിയിട്ടുള്ള ഈ ഒരു ക്ലൈമറ്റ് ഇന്നലെ കിട്ടാത്തത് നമുക്ക് ഇന്ന് കിട്ടി ഗൈസ്. എങ്ങനെയുണ്ട്? വന്ന് ഇതേ ലേക്കിനെ റൗണ്ട് അടിച്ചുകൊണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ കൊടൈക്കനാലത്തെ ലേക്ക്. ടൗണിൽ തന്നെ ഉള്ള ഒരു ലേക്കാണ്. അപ്പോൾ അതിനിങ്ങനെ ചുറ്റി റൗണ്ട് അടിച്ചിട്ട് എന്ത് ചെയ്യുക, ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നൈസിൽ ആര് ചുരുക്കി പറഞ്ഞാൽ എന്താ പറയുക, ലേക്കിനൊന്ന് ചുറ്റും, അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ്. ഇതാണ് ലേക്ക്, കൊടൈക്കനാൽ ലേക്ക്. കൊടൈക്കനാൽ ടൗണിലെ സെൻട്രൽ തന്നെയുള്ള സംഭവമാണ് ഇത്. ചുറ്റും ഇതുപോലെ ഷോപ്പുകൾ സംഭവങ്ങളൊക്കെ ഉണ്ട്, പർച്ചേസിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ളൊരു സ്പോട്ട്. ഇത് രാത്രിക്കത്തിനാട്ടിൽ ഒന്നുകൂടി നൈസായിട്ട് രാവിലെയാണ് എനിക്ക് തോന്നുന്നത്. ഇതേ കണ്ടോ സൈക്കിള്, ഇതാണ് ഞാൻ പറഞ്ഞ സൈക്കിള്. റെന്റിൻ്റെ അടുത്ത് ഇതുപോലെ കറങ്ങാൻ പറ്റും. അൺഎക്സ്പെക്റ്റഡ് ആയി വന്നപ്പോൾ ഒരു കിടിലൻ സ്പോട്ടിൽ, നൈസായിട്ടുള്ള സ്പോട്ടിലൂടെ ഇങ്ങനെ വന്നാട്ടോ. ലേക്കിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഏതൊക്കെ റോട്ടിൽ കൂടെ കയറി വന്നൊരു സ്പോട്ടാണ്. ഈ സംഭവം നൈസാണ്. നൈസ് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ട്. ഒരു ഹൊറർ ഫീൽ വരുന്ന, ഒരു കാട്ടിനുള്ളിലൂടെ ഒക്കെ പോകുന്നൊരു ഫീല്. സമയം വൈകുന്നേരം 4:05. നമ്മൾ കറങ്ങി എന്താ പറയുക, നല്ലൊരു കിടിലൻ സ്പോട്ട് എത്തിയപ്പം ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതി ഇങ്ങനെ നിൽക്കുകയാണ്. കുറേ നേരമായിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നൈസായിട്ടുള്ളൊരു സ്പോട്ട്. ഇവന് കുറേ മുമ്പ് വന്നപ്പോൾ പരിചയമുള്ള അറിയുന്നൊരു സ്പോട്ടാണ്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നാട്ടിൽ പോകും അല്ലേ, നേരെ ഒറ്റ പിടുത്തം പിടിക്കും നാട്ടിലോട്ട്. സോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഷോട്ടുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഗോപ്രോയിലൊക്കെ ഇങ്ങനെ കണ്ട് നൈസായിട്ട് ഇങ്ങനെ പോവാം. ഇടയ്ക്കിടയ്ക്കൊക്കെ നിർത്തുമ്പോൾ അവിടുത്തെ കാര്യങ്ങളും ചായക്കുടിയൊക്കെ ആയിട്ട് പതുക്കെ ഇങ്ങനെ നാട്ടിൽ പോകാന്നുള്ള പ്ലാനിലാണ് നമ്മളിപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ലേക്ക്, കൊടൈക്കനാൽ ലേക്ക്. കൊടൈക്കനാൽ ലേക്കിൻ്റെ സൈഡിലൂടെ നമ്മളിങ്ങനെ പോവാണ്. ഇവിടെ ഒരുപാട് ഗേൾസും അതുപോലെ കുറേ പേര് ഇതുപോലെ ഫോട്ടോ എടുക്കുന്നോ വീഡിയോ എടുക്കുന്നോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൽ കേരളത്തിൽ നിന്നുള്ളവരും പുറത്തുനിന്നുള്ളവരും ഒക്കെ ഉണ്ടാവും. എങ്ങനെ കണ്ടോ, ഫാമിലി ചവിട്ടും നോക്കിക്കേ സൈക്കിള്. KL52 നാട്ടിൽ നിന്നുള്ളവരൊക്കെ ഉണ്ട്, കേരളത്തിൽ നിന്നുള്ളവരുണ്ട്. നമ്മളങ്ങനെ ദേ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൊടൈക്കനാലിലെ പ്രിൻസസ് ഹിൽസ് എന്ന് പറയുന്ന കൊടൈക്കനാലിൻ്റെ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു എക്സ്പൾസിനെ കിട്ടിയിട്ടുണ്ട്, KL10 എക്സ്പൾസ്. നമ്മൾ 3 വണ്ടി ഇങ്ങനെ വെച്ച് പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലോക്കൊക്കെ ഒന്ന് കഴിഞ്ഞാൽ ഒരു തൂറ്റി പോവും, നമ്മൾ പിന്നെ രണ്ടാളും ഒരുമിച്ചാവും. അങ്ങനെയൊക്കെ ആവും മിക്കവാറും ഉണ്ടാവുക, കാരണം എക്സ്പൾസ് അല്ലേ. ഓ, ഇവിടെ ഒരുപാട് എസ്റ്റീം അതുപോലെ എന്താ പറയുക ബലേനൊക്കെ ഇതുപോലെ കാണുന്നുണ്ട് കേട്ടോ. നൈസ്. പക്ഷേ അവന്മാർ നമ്മൾ കൊണ്ടുനടക്കണം അത്ര അടിപൊളിയായിട്ട് കൊണ്ടുനടക്കുന്നില്ല. അതിനൊക്കെ നമ്മളെ മലപ്പുറം കേരളമൊക്കെ തന്നെ അടിപൊളി ഗൈസ്. അങ്ങനെ നമ്മൾ ആ ഒരു വാട്ടർഫാൾ കഴിഞ്ഞു. ഇതേ കണ്ടോ, വാട്ടർഫാൾ കഴിഞ്ഞു. ഇനി ഒരു ടോളുണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു റൂട്ട് വരുന്നത്. ഇതേ കണ്ടോ ടോള്.
റിട്ടേൺ പോകുമ്പോൾ ടോളില്ല കേട്ടോ, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മാത്രം കൊടുത്താൽ മതി തോന്നുന്നുണ്ട്. ഓ അമേസിങ്, വി ആർ ഗോയിങ്. നിന്നുകൊണ്ട് വണ്ടി ഓടിച്ച് എങ്ങനെയുണ്ട്? ഓ മലനിരകളുടെ ഈ ഒരു സമയത്തെ വ്യൂ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. വേറെയുള്ള വണ്ടിക്കാരൊക്കെ നിന്ന് പോകണോണ്ടിട്ട് നോക്കുന്നുമുണ്ട്. KL11 യോ 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 നിൽക്കുമ്പോൾ വേറൊരു സുഖമുണ്ട് കേട്ടോ. കാരണം കുറേ നേരം ഇരുന്ന് മറ്റേ ആഷിറിൻ്റെ റീലില്ലേ, പച്ചക്കടൽ ചുവന്ന ഭൂമി കണ്ടിറങ്ങി ഇപ്പം കുണ്ടിയെല്ലാം പോച്ചെന്ന് പറഞ്ഞ മാതിരി നല്ല പെയിൻ ഉണ്ടാവും കുറേ സമയം ഇരുന്ന് കഴിഞ്ഞാൽ. പെയിൻ എന്ന് പറയാൻ പറ്റില്ല, അതിനൊരു തരിപ്പ് പോലെയുള്ള ഫീല്. ചന്തിയൊന്നും അവിടെ ഉള്ള പോലെ അറിയില്ലായിരുന്നില്ലേ ആഷിറിൻ്റെ വീഡിയോയിൽ, അതുപോലുള്ള ഫീലിംഗ് ഉണ്ടാവും. സോ നിന്നോടിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു എന്താ പറയുക, ഒരു റിലാക്സാണ്. ചില കേവ്സൊക്കെ എടുക്കുമ്പോൾ കറക്റ്റ് ഇരിക്കേണ്ടി വരും, അപ്പോൾ ഇതുപോലെ ഇരുന്ന് കൊടുക്കും പെട്ടെന്ന്. പിന്നെ പൊടിയൊന്നും മാറാതൊക്കെ ആണെങ്കിൽ ഇതുപോലെ വൈസർ ഇടുക, അല്ലെങ്കിൽ പൊടി മാറും. പ്ലെയിൻ വൈസർ ആവട്ടെ ബെറ്റർ ലോങ്ങൊക്കെ പോകുമ്പോൾ. ഡുവൽ ഉണ്ടെങ്കിൽ അടിപൊളിയാവും, കാരണം വെയിലൊക്കെ ഉള്ളപ്പോൾ അടിപൊളിയായിട്ട് കൊണ്ടുനടക്കാം. ബെറ്ററായിട്ട് ഒരു ഡുവൽ വൈസർ തന്നെ ഞാൻ ചൂസ് ചെയ്യാൻ പറയത്തുള്ളൂ ലോങ്ങൊക്കെ പോകാനുള്ളവർക്ക്. ചില ഏരിയൊക്കെ ഉണ്ടാവും ഭയങ്കര പൊടി ഉണ്ടാവും, പക്ഷേ നൈറ്റ് ആകുമ്പോൾ നമുക്ക് എന്താ പറയുക, ഇത് ഇവൻ്റെ കയ്യിലുള്ള വൈസർ ഉണ്ടല്ലോ, ഇതുപോലുള്ള വൈസർ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഓക്കെ ആവില്ല. ഹെൽമെറ്റ് കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ ലുക്കും ഓൻ്റെ വൈസറാട്ടോ, അതിലൊന്നും ഞാൻ ഒന്നും പറയില്ല. ഇതുപോലുള്ള റൈഡക്സിൻ്റെ വൈസർ വാങ്ങിയിട്ടൊക്കെ എല്ലാവരും അതുപോലെ സ്മോക്ക് ചെയ്യുന്ന കൊണ്ടുനടക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ കംഫർട്ട് വേണോ, എന്നാൽ ഇതുപോലെ ഡുവലൻ്റെ എടുത്തോ. അതും ഫ്രണ്ട് വൈസർ, ഒരു വൈസർ പ്ലെയിൻ ഉണ്ടാവണം, അത്രയും നല്ലത്. ഇതാകുമ്പോൾ നമ്മളെ തലേൻ്റെ ഉള്ളിൽ ഒന്നും ആവില്ല. പൊടി, ചെളി, കാറ്റ്, വെയിൽ, നോ പ്രശ്നം. അതാണ് സേഫ്റ്റി ഉള്ള കളി നോക്കുകയാണെങ്കിൽ. എനിക്കൊരു ഗ്ലൗവും കൂടെ ഉണ്ടായി, എന്നൊക്കെ ഏകദേശം എല്ലാം ഓക്കെ ആയിന്. റൈഡിങ് ഗിയേഴ്സ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റൈഡ് ചെയ്യാൻ തന്നെ ഒരു ത്രില്ലാണ്. ഒരു ചടപ്പൊന്നും ഉണ്ടാവില്ല, എന്താ പറയുക, ഫുള്ളൊരു കംഫർട്ട് ഫീൽ ഉണ്ടാവും. വി ആർ ഗോയിങ്, നമ്മൾ ഓൾമോസ്റ്റ് താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ ഹൈവേസ് ആയിരിക്കും ഉണ്ടാവുക. ഒരു 30 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ പളനി എത്തും. പിന്നെ നേരെ പാലക്കാട്, പൊള്ളാച്ചി, പാലക്കാട്, നേരെ യൂണിവേഴ്സിറ്റി. അങ്ങനെ ആയിരിക്കും നമ്മളെ റൂട്ട് ഉണ്ടാവുക.